ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-4 വചനങ്ങൾ. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ കേന്ദ്ര വിഷയം ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നുള്ള കാര്യമാണ്. 2 അവകാശവാദങ്ങളാണ് ഈ അധ്യായത്തിൽ യേശു കർത്താവ് അവലംബിക്കുന്നത്. 1, ഞാൻ നല്ല ഇടയനാകുന്നു. 2, ഞാൻ വാതിലാകുന്നു. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ വാതിലാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ 10-ാം അധ്യായത്തിൽ ഇടയനും ആടുകളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഇടയനെക്കുറിച്ചുള്ള കാര്യം നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ആടുകളുടെ പ്രത്യേകതയാണ്. ഈ ഇടയൻ പരിപാലിക്കുന്ന, ഇടയനോട് വിധേയത്വമുള്ള ആടിൻ്റെ ചില ഗുണവിശേഷണങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. 3-ാമത്തെ വചനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആടുകൾ അവന്റെ വചനം കേൾക്കുന്നു. ശബ്ദം കേൾക്കുന്ന ആടുകൾ. നമുക്ക് ഈ ലോകത്തിലുള്ള ആട്ടിടയന്മാരെ നാം ഒന്ന് പരിശോധിച്ചാൽ, കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും അത്രയും ഇല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലും ഞങ്ങളായിരിക്കുന്ന കർണാടകത്തിലൊക്കെയും ഈ ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്മാരുണ്ട്. ആയിരക്കണക്കിന് ആടുകളുമായിട്ടാണ് അവർ ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ ആടുകളെല്ലാം ആ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് എത്ര സത്യമായ കാര്യമാണ്. ആത്മീകമായി ഇവിടെ പറയുകയാണ്, ഇടയനായ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ. ഇന്ന് രാവിലെ വ്യക്തിപരമായി കർത്താവിന്റെ ശബ്ദം നാം കേട്ടോ? ആ ഇടയനായ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളാണോ ഞാനും നിങ്ങളും? ദൈവത്തിന്റെ ശബ്ദം നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. എന്നോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഓഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളും വ്യക്തിപരമായി ദൈവത്തോട് സംഭാഷിക്കാൻ ആവശ്യകതയുണ്ട്. കാരണം ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കേണ്ടവരാണ്. 2-ാമത്തെ കാര്യം അതേ വചനത്തിൽ കാണാൻ കഴിയും. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. നോക്കണം, പേർ ചൊല്ലി വിളിക്കുന്നു. ആയിരക്കണക്കിന് ആടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഈ ആടുകളുടെ പേരറിയാം? അതാണ് ഇടയന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇടയന് ഓരോ ആടുകളെയും അറിയാം. മാത്രമല്ല, അതിനെ പേർ ചൊല്ലി വിളിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിലേക്ക്, കൃപയിലേക്കൊന്ന് വരാം. ആകാശത്തിൽ കോടാനുകൂടി നക്ഷത്രവ്യൂഹങ്ങളുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ഓരോ നക്ഷത്രങ്ങളെയും പേർ ചൊല്ലി വിളിക്കുന്നു. ഇത്ര വലിയ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന, ഒരുപാട് നക്ഷത്രങ്ങളെ ഉണ്ടെങ്കിൽ അതിനെ ഓരോരുത്തരും പേര് നൽകി അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ദൈവത്തിന് നമ്മെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് തന്നെ എത്ര വലിയ കാര്യമാണ്. നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയൻ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുന്നവരൊക്കെയാണ്. പക്ഷേ നാം ഓർക്കണം, നമ്മുടെ ഇടയൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ആ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇടയന് നമ്മളെ ശരിക്കറിയാം. നമുക്ക് രാഷ്ട്രീയക്കാരെ ഒരുപാട് പേരെ അറിയാം. പക്ഷേ അവർക്ക് ആർക്കും നമ്മളെ വ്യക്തിപരമായി അറിയണം എന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യൻ പ്രസിഡന്റിന് നമ്മളെ അറിയണമെന്നില്ല. നമുക്കവരെ അറിയാം. പക്ഷേ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നമ്മെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുകയാണ്. നാം ദൈവത്തെ അറിഞ്ഞും ദൈവം നമ്മെ അറിഞ്ഞിരിക്കുകയാണ്. അതെ, നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയനല്ല, പേർ ചൊല്ലി മനസ്സിലാക്കുന്ന ഇടയനും ആടുകളും. 3-ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിൻ്റെ 5-ാമത്തെ വചനമാണ്. നാം അവിടെ വായിക്കുന്നു, അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അന്യന്മാരെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. 4-ാം വാക്യത്തിന്റെ അവസാനം
ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഈ ഇടയനെ അനുഗമിക്കുന്ന ആടുകൾ, അതിന് കാരണം ശബ്ദമറിഞ്ഞാണ്. 5-ാം വചനം നമ്മൾ വായിച്ചു, അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യന്മാരെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഇടയന്റെ ശബ്ദം അറിഞ്ഞ് അനുഗമിക്കുന്ന ആടുകൾ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആടുകളാണ്. അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ എന്നാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം അവനെ അനുഗമിക്കുന്നുണ്ടോ? ശബ്ദം അറിഞ്ഞ് അനുഗമിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ശബ്ദം ഇതാണ് എന്ന് പറഞ്ഞ് നാം ആ കർത്താവിന് അനുഗമിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് വ്യക്തിപരമായി എത്രയോ തവണ സംസാരിച്ചു. നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ ചിന്താമണ്ഡലത്തെക്കുറിച്ച്, നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെക്കുറിച്ച്, സ്വാധീനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എത്രയോ തവണ സംസാരിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാൻ നാം തയ്യാറല്ല. എന്നാൽ ആടുകൾ എന്ന് പറയുന്നത് ഇടയൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന ആടുകൾ. ഞാൻ നിങ്ങളും അങ്ങനെയാണോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനും, അങ്ങനെ അല്ലെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരുവാനും ഈ ചെറിയ ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ഇടയാക്കുമാറാകട്ടെ. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.